സംവിധാനങ്ങളെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും ആ പാവപ്പെട്ടവർക്ക് സഹായം നൽകാനും സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് കരിങ്കൊടി കാണിച്ചത്. മുഖ്യമന്ത്രിയെ പോലെ സജി ചെറിയാനാകാൻ പോയല്ലോ. കരിങ്കൊടി കാണിക്കാൻ പാടില്ല മന്ത്രിമാർക്കെതിരെ. അതൊരു പ്രതിഷേധത്തിന്റെ സൂചനയാണ്. അപ്പോൾ അത് കരിങ്കൊടി കാണിച്ചാൽ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തണം. അല്ലാതെ കരിങ്കൊടി കാണിച്ച മത്സ്യത്തൊഴിലാളികളെ ഗുണ്ടകളാണ്, താടി വെച്ചവരൊക്കെ ഗുണ്ടകളാണ് എന്ന് പറയുന്ന പരാമർശം പിൻവലിച്ച് അദ്ദേഹം മാപ്പ് പറയണം. രണ്ടാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പാളുകയാണ് എന്ന് വിവിധ ആശുപത്രികളിൽ നിന്ന്, വിവിധ ജില്ലകളിൽ നിന്ന്, വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും ആരോഗ്യരംഗത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയാണെന്ന് ബോധ്യമായിരിക്കുന്നു. എല്ലാ മെഡിക്കൽ കോളേജിലും കുഴപ്പമാണ്. എല്ലാ മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രികളിലും മരുന്ന് ക്ഷാമം രൂക്ഷമായുണ്ട്. എല്ലാ ആശുപത്രികളിലും സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല. ഞാൻ പറഞ്ഞു, സർജറി ചെയ്താൽ കെട്ടാൻ തുന്നാനുള്ള നൂല് പോലും ഈ രോഗി മേടിച്ചുകൊണ്ട് വരണം. ഇന്നിപ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ, മോളിൽ നിന്ന് പരിക്കേറ്റ് വീണ ഒരാൾക്ക് 88,000 രൂപ പാവപ്പെട്ട കുടുംബം കൊടുക്കേണ്ടി വന്നു. അങ്ങോട്ട് ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അങ്ങോട്ട് കാശ് കൊടുക്കണം, ഇല്ലെങ്കിൽ സാധനങ്ങൾ മുഴുവൻ വാങ്ങിച്ചുകൊണ്ട്